നമസ്കാരം. നമസ്കാരം. അപ്പോ ചന്ദ്രൻ ചേട്ടൻ അല്ലേ? ചന്ദ്രൻ ചേട്ടന്റെ വീട് ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ എവിടെയാണ്? എൻ്റെ വീട് പറഞ്ഞാല് എറണാകുളം ജില്ലയില് ചെറായി എന്ന് പറഞ്ഞ സ്ഥലം. ചെറായി പള്ളിപ്പുറം. അതായത് പള്ളിപ്പുറം വിദ്യാഭ്യാസത്തിന് തൊട്ടടുത്താണ് വീട്. ഞാനൊക്കെ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രചേട്ടന്റെ ജോലി എന്താ? ജോലി എന്ന് പറഞ്ഞാൽ ക്ലൈംബിങ്. ഇംഗ്ലീഷിൽ ക്ലൈംബിംഗ് എന്ന് പറയും. മലയാളത്തിൽ ഞാനൊരു 1983 തുടങ്ങിയാണ് പണി. അതായത് എനിക്ക് എൻ്റെ SLC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1970-79 ബാച്ചാണ്. ഇപ്പോൾ ഞാൻ കേട്ടിട്ട് ചന്ദ്രൻ ചേട്ടൻ നന്നായിട്ട് പാടും, ഒരുപാട് ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുണ്ട്, പിന്നെ അത് കൂടാതെ തന്നെ സംഗീതം വരെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ നിന്നാൽ മാത്രം പോലെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ജനങ്ങൾ അറിയില്ല, ലോകം അറിയണം, ഇത് മാത്രം പോരല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു മുന്നോടിയായിട്ടാണ് ഇപ്പൊ ഞാൻ നമ്മുടെ സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്താൻ കാരണം, ചേട്ടനെ വിളിക്കാനുള്ള കാരണം. പിന്നെ ചന്ദ്രചേട്ടൻ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ സംഗീതം കൊടുത്തിട്ടൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അത് പ്രകാരമാണ് ചന്ദ്രചേട്ടനെ തേടി ഇവിടെ എത്തിയത് നമ്മള്. അപ്പോ അങ്ങനെ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട് ഏകദേശം? എനിക്ക് എന്റെ ഉദ്ദേശത്തിൽ തോന്നുന്നത് 50 കൂടുതൽ പാട്ടുകൾ ഞാൻ ഇങ്ങനെ ഈ 8ാം ക്ലാസ് തുടങ്ങിയ 8ാം ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ഒരു നാടകത്തിൽ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞിട്ട് ഒരു എൻ്റെ തറവാടിനടുത്ത് നമ്മുടെ സുഹൃത്ത് ആള് ഒരു ഏകാംഗമാണ് എഴുതിയിട്ട് 8ാം ക്ലാസ്സിൽ അത് ഞങ്ങൾ അവതരിപ്പിച്ചു. ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പൊ അങ്ങനെ ആ നാടകത്തില് അഭിനയിക്കേണ്ട വന്ന്. അപ്പൊ അതിന്റെ പേരില് അപ്പൊ അന്ന് പുള്ളി എനിക്കൊരു പാട്ട് എഴുതുന്നു, സംഘഗാനം മുടങ്ങി എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതുന്നു. 76-ലാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എനിക്ക് ആ പാട്ട് എഴുതുന്നത്. അപ്പൊ ആ പാട്ട് തന്നിട്ട് എന്നോട് ഞാൻ പാട്ട് എങ്ങനെ എഴുതാനെക്കൊണ്ട് എഴുതേലും ചെയ്ത് എനിക്ക് പാട്ട് ആ എന്റെ നാടകത്തില് ഈ താൻ പാടി അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രക്തസാക്ഷികൾ നാടകത്തില് ഏകാംഗ നാടകം, 8ാം ക്ലാസ് എന്ന് പറഞ്ഞ പിള്ളേരല്ല. അപ്പൊ ആ നാടകത്തില് ഞാൻ സംഘഗാഥ മുഴങ്ങി ഇവിടെ സംഘഗാഥ മുഴങ്ങി നാടിൻ നവയുഗരണാങ്കണത്തിൽ നാദങ്ങൾ പുതുനാദങ്ങൾ സംഘഗാഥ മുഴങ്ങി ഇവിടെ സംഘഗാഥ മുഴങ്ങി എന്ന് പറഞ്ഞൊരു പാട്ട്. ആ പാട്ട് എന്തൊരു തറവാടിന്റെ, അതായത് ഞാൻ ജനിച്ചു വന്ന വീടിന്റെ തൊട്ടടുത്തുള്ള ചന്ദ്രചേട്ടന്റെ മകൻ പ്രദീപ്, ചന്ദ്രൻ ഒരു പച്ചക്കറി കടയിൽ ഒരു പലചരക്കടയിലുള്ള ആളാണ്. ആളുടെ മകൻ അന്ന് എൻ്റെ ഒരു ജൂനിയറാണ് പുള്ളി, സീനിയറല്ല. ഞാനൊരു പാട് എഴുതിയിട്ട് എന്നോട് ഇത് അഭിനയിക്കണം, ഒരു പാട്ട് വെറുതെ ആരെങ്കിലും ചെയ്ത് പാടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനത് നോക്കിയാണെങ്കിൽ ഒരു സംഭവം എനിക്ക് കിട്ടി. പക്ഷെ അതിനുശേഷം വേറെ പല പാട്ടുകളും അതേ ട്യൂണിൽ വന്നിട്ടുണ്ട്. ഇത് 1976 സംഭവിക്കുന്നത്. സാറ് ഞാനേ ഈ 8ാം ക്ലാസ്സിൽ ഒരു ഏകാംഗാടം ഉണ്ടായിരുന്നു. രക്തസാക്ഷികൾ സിന്ധാവാദം സുഹൃത്ത് പ്രദീപ് എഴുതിയിട്ട് അതിൽ പാട്ട് പാടുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് എഴുതി തന്നു ഞാനിപ്പോ ഇത് ചെയ്യുന്ന ചെയ്യുമ്പോ ഞാൻ വെറുതെ ഒരു അതൊന്നും സംഗീതം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ വെറുതെ പാടിയാണ്. സംഘഗാഥ മുഴങ്ങി ഇവിടെ സംഘഗാഥ മുഴങ്ങി നാടിൻ നവയുഗരണാങ്കണത്തിൽ നാദങ്ങൾ പുതുനാദങ്ങൾ
ആരാധ മുഴങ്ങി. ചെറുപ്പത്തിലുള്ള ചെയ്തത്. അപ്പൊ അങ്ങനെ കുറെ കാലങ്ങൾ പോയി. പിന്നെ ഞാൻ എൻ്റെ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സർവൻ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്, ഡാൻസിന് പാടുന്ന അരവ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ടായിരുന്നു. അപ്പൊ ആ ടീച്ചർ ഞാനൊരു യൂത്ത് ഫെസ്റ്റിവലിന് പാടുമ്പോൾ ആ ടീച്ചർ എന്നോട് പറഞ്ഞ് അതിനെ കുറിച്ച് കരിക്കും പറഞ്ഞൊരു പാട്ട് ഞാൻ പാടിയപ്പോൾ ടീച്ചർ അപ്പൊ അത് എന്നോട് ആ പാട്ട് ഡാൻസിന് പിള്ളേർക്ക് പാടുന്നത് സാറുമാരുടെ മക്കളാണ്, SMSൽ പഠിപ്പിച്ചിരുന്ന സാറുമാരുടെ മക്കളാണ് അതിനകത്ത് ഡാൻസ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ അവർക്ക് വേണ്ടി കുറെ കാലം അങ്ങനെ പാട്ടുകളൊക്കെ പാടി പിന്നെ ഞാൻ ഒരു നിമിഷ കവിതൊക്കെ അന്ന് ചെറുപ്പക്കാരങ്ങളിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സുഹൃത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിമിഷ ഒരു സംഭവം സമയത്ത് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ അതിനനുസരിച്ച് ഒരു പാട്ടൊക്കെ പെട്ടെന്ന് എഴുതില്ല, അത് മനസ്സിൽ തന്നെ എഴുതിയിട്ട് മനസ്സിൽ അതുകൂടെ തന്നെ അപ്പൊ തന്നെ പാടി പഠിപ്പിക്കുന്ന ഒരു സ്വഭാവമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പണ്ടത്തെ ഒരു ഇതായിരിക്കും. സാറ് ഞാനത് ഒരു പെൺകുട്ടിയായിട്ട് ചെറിയ അങ്ങനെ ആ കുട്ടിയെ കുറിച്ച് അങ്ങനെ ഒരു പാട്ട് എഴുതി. എന്ന് വെച്ചാല് പൊന്നിന്റെ നിറമുള്ള പെണ്ണ് പൊന്നാര്യൻ കതിർ പോലാം പെണ്ണ് നിന്റെ മുഖമൊന്നു കാണാൻ ചിരിയൊന്നു കേൾക്കാൻ ഒരുപാട് നാളായി കൊതിച്ചു ഞാൻ, ഒരുപാട് നാളായി കൊതിച്ചു പൊന്നിന്റെ നിറമുള്ള പെണ്ണേ. ഈ ഗാനം ഇത് കൂടാതെ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് കെ ബാബു മുനപ്പം, അദ്ദേഹം ബേബി ടീച്ചർ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് SMS. ആ ടീച്ചറിൻ്റെ അടുത്തൊരു പാട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ഞാൻ എന്നോട് ടീച്ചർ പറഞ്ഞ് ചന്ദ്ര ഒരു ബാബു എന്ന് പറഞ്ഞ ആളെ സാഹിത്യ സംഘടനയിൽ ഉള്ള ആളാണ്. ആള് എന്നോട് പറഞ്ഞ് പാട്ട് എഴുതാറുണ്ട്, ആരും സംഗീതം ചെയ്യിക്കാൻ പറഞ്ഞു. അപ്പൊ അതൊന്ന് സംഗീതം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ടീച്ചറെ അപ്പൊ ആള് വന്നത് ഒരു മാസം കഴിഞ്ഞാണ്. അപ്പൊ ഞാൻ ഈ പാട്ട് പാടി ട്യൂൺ ചെയ്ത് കഴിഞ്ഞത് ആളെ കേൾപ്പിച്ച് കഴിഞ്ഞപ്പോ ആള് എന്നെ കെട്ടിപ്പിച്ച് ഒരു മുഖം തന്നിട്ട് ഇഷ്ടപ്പെടുത്താണെന്ന് പറഞ്ഞ് അങ്ങനെ പാട്ട്, അതായത് ഈ ഒരു 4 പാട്ട് തന്നെ 1, 2, 3, 4 നാലാമത്തെ പാട്ട് വന്നപ്പോൾ ഞാൻ ബാബുജിന്റെ എന്തിനാണ് ഞാൻ ഒരു 150 പാട്ടോളം ഞാൻ ട്യൂൺ ചെയ്ത് വെച്ചത്. ഇനി എന്തിനാണ് ഈ പാട്ട് ട്യൂൺ ചെയ്തത്? അതെന്റെ മൊബൈലിൽ ഇട്ട് കഴിഞ്ഞിട്ട് മൊബൈലിൽ താങ്കൾ റെക്കോർഡ് ചെയ്ത് തരും. അപ്പൊ അത് ഹാർബറിൽ തന്നെ ആളുകൾ കേൾപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ് നിർത്തിക്കും. ഈ 150 പാട്ടോളം ഇപ്പൊ ചേട്ടൻ എഴുതി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? അപ്പൊ നമ്മുടെ ഈ കാണുന്ന പ്രേക്ഷകരൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ, ഒരുപാട് പാട്ടിലേക്കുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ചന്ദ്രചേട്ടൻ. അപ്പൊ അദ്ദേഹത്തിന് നമുക്കൊന്ന് ഉയർത്തി കൊണ്ടുവരണം. ആ കടലിന്റെ അടിത്തട്ടിൽ മാത്രമല്ല, നമുക്ക് അവിടെ നിന്ന് നമുക്ക് ചെറായി ബീച്ചിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന് നമുക്ക് നല്ല ഉയരത്തിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് ഇതിന്റെ അവസരത്തിൽ ഞാൻ പറയാണ്. അപ്പൊ ചന്ദ്രേട്ടന്റെ പാട്ട് മനോഹരമായിരുന്നു, നല്ല ഇഷ്ടമായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ. അപ്പോൾ ഇനി ഒരു ആവശ്യമുള്ളത് നമ്മുടെ പഴയ ഗാനങ്ങൾ അടിപൊളിയായിട്ട് നല്ല ശ്രുതിയും താളം ലയമൊക്കെ തെറ്റുന്ന സൂപ്പറായിട്ട് പാടുന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചെറിയുള്ള ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗാനത്തിൻ്റെ പഴയൊരു ഗാനം, പഴയത് മതി, പുതിയത് വേണ്ട. അപ്പോൾ ഓൾഡ് ഈസ് ഗോൾഡൻ. അപ്പോൾ അതേപോലെ തന്നെ ഒരു 4 പേര് നമുക്ക് നമ്മുടെ പ്രഷർ യൂട്യൂബ് ചാനൽ കാണുന്ന പ്രഷർ വേണ്ടി 4 പേര് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം അതന്നെ വേണം. ഇഷ്ടപ്പെട്ട ഗാനം കൊട്ടാരം വിൽക്കാനുണ്ട് സിനിമയില് അതിന്റെ ചന്ദ്രകളം. അതന്നെ അടിപൊളി, സൂപ്പർ പറഞ്ഞു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും
മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാത്തിയുറങ്ങും തീരം. സൂപ്പർ, അടിപൊളി. എനിക്കും ഈ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് ചന്ദ്രകലം. ചന്ദ്രചേട്ടൻ്റെ ആ പേരിനോടനുബന്ധിച്ചുള്ള പാട്ടും കൂടി, പിന്നെ പാട്ടൊക്കെ സൂപ്പർ, വെരി ഗുഡ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇനിയും നമുക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും, പ്രോഗ്രാം വൈകാം. അതിലൊക്കെ ചന്ദ്രചേട്ടൻ വരണം, തീർച്ചയായിട്ടും വരണം. അപ്പോൾ അടുത്ത ഒരുപാട് പാട്ടുകളുമായിട്ട് ചന്ദ്രചേട്ടൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീണ്ടും വരും. എല്ലാവർക്കും താങ്ക് യു.